കഴിഞ്ഞ കഴിഞ്ഞല്ലേ? നീ അവിടെ വന്നിട്ട് ഒളിച്ച് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എത്ര നാളോട് നീ പണി നടത്തണടി. പിന്നെ മിച്ചം വന്ന ചോറ് ഞാൻ എന്ത് ചെയ്യും? കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം. വെള്ളം ഒഴിച്ച് വെക്കാനോ? വെള്ളം ഒഴിച്ച ചോറ് ഇവിടെ ആരും കഴിക്കത്തില്ല, ഏട്ടൻ കഴിക്കാറുണ്ടോ? നീ തന്നിട്ടില്ലല്ലോ. മിച്ചം വരാതിരിക്കണം, അതാണ് മിടുക്ക്. ഒരു ആഹാരം ആവശ്യത്തിനാണ് ഉണ്ടാക്കേണ്ടത്. ആഹാരം കൊണ്ട് കളയരുത്. ഇങ്ങനെ ദൈവത്തിന് പോലും സഹിക്കുമല്ലോ നീ കാണിക്കുന്ന പരിപാടി. എന്റെ ഏട്ടാ അന്നൊരു പണിയാ, ഏട്ടൻ എനിക്കൊരു ഫ്രിഡ്ജ് മേടിച്ചതാ. ഇച്ചിരി എങ്ങനെ മിച്ചം വന്നാൽ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്ത് കയറ്റി വെച്ചോളാം. എടി, ഫ്രിഡ്ജിൽ വെച്ച ആഹാരം പിന്നെ കഴിക്കാൻ പാടില്ല. ഒരിക്കൽ ചൂടാക്കിയത് വീണ്ടും ചൂടാക്കിയ വിഷമാണ്. ഈ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം കഴിക്കണില്ല, പിന്നെ നമുക്ക് മാത്രം പ്രത്യേകത. ലോകത്തുള്ള ആൾക്കാർ എന്തുകൊണ്ട് കഴിച്ചോട്ടെ, പക്ഷെ നമ്മളങ്ങനെ കാണിക്കാൻ പാടില്ല. നീ ഇപ്പൊ ഈ കൊണ്ട് കളഞ്ഞ അരി ഇത് എത്ര പേർക്ക് തിന്നാണ്ട് ചോറാടിയത്? എത്ര പേർക്ക് തിന്നാനൊന്നുമില്ല, ആകെ ഒരു ഇച്ചിരി കാടും ചോറേ ഉള്ളൂ. ഇതാണ് ഇത്ര ചോറ്, ഇതാണ് ചോറ്, ഇത്ര ചോറ്. എത്ര ദിവസം കൊണ്ട് കളകള നീ? എത്ര ദിവസം കൊണ്ട് നീ ഇങ്ങനെ കൊണ്ട് തട്ടുന്നു? നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ലോകത്തുണ്ടല്ലോ 2/3 ഭാഗം ആൾക്കാരും പട്ടിണിയാണ്. നമുക്ക് കുറച്ച് പേർക്ക് മാത്രമേ ആഹാരം ഉള്ളത്. അതിന് അഹങ്കരിക്കരുത് നമ്മളിങ്ങനെ. ഏട്ടൻ ഇന്നലെ രാത്രി കഴിച്ചിരുന്നെങ്കിൽ ഈ ചോറ് മിച്ചം വരുമായിരുന്നു. രാവിലെ എന്നാ നീ രാവിലെ കൊണ്ടു തന്നെ പറയും, ഇന്നലത്തെ ചോറ് കൊണ്ട് തന്നെന്ന് പറയും. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് എന്നോട് ദേഷ്യം തോന്നിയാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ. ആ കാര്യം പറയാൻ ആർക്കും ഇഷ്ടപ്പെടില്ല. വേണ്ട, ഇത്രയും ചോറ് ഈ കലത്തിൽ വന്ന് എങ്ങനെ നിനക്കറിയാമോ? അത് ഞാൻ കലത്തിലുണ്ടാക്കി പൊടി കിടന്നു. അങ്ങനല്ല, ആദ്യം നമ്മൾ ഉഴുതുമറിച്ച പാടത്ത് വിത്ത് വിതയ്ക്കും. അത് പിന്നെ ഞാറായി വരും. ആ ഞാറ് പറിച്ചെടുത്തിട്ട് ഞാറ് നടും. അതിങ്ങനെ പൊടിച്ചു വരും, കതിർമണികളായിട്ട് വരും. അതിനെ കൊയ്തെടുക്കും, അതിനെ മില്ലിൽ കൊണ്ടുവരും. അങ്ങനെ ഒരുപാട് പ്രോസസ്സിങ്ങിലൂടെയാണ് നമ്മൾ അരിയിലേക്ക് എത്തുന്നത്. ഈ സമയത്തൊന്നും നഷ്ടപ്പെടാതിരിക്കുന്ന അരിമണികളാണിത്. കടക്കാരൻ തൂക്കിത്തരുന്ന സമയത്ത് തന്നെ പോകാറുണ്ട്. ആ പൊതിഞ്ഞു തരുന്ന അരി നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന പാകം കഴുകി കലത്തിലേക്ക് ഇടുന്നു. ആ സമയത്ത് നഷ്ടപ്പെടാത്തതാണ്. വിളമ്പുന്ന സമയത്ത് പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിച്ച അരിമണിയാണ് നീ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. ഞാനിപ്പോ ഞാറ് നടാനൊക്കെ പോണോ? എന്താണ് ഇവിടെ? നീ നോക്കടി, എത്ര പേർക്ക് തിന്നട ചോറാടിയത്? അല്ല, ഇവിടെ ആർക്കാ ക്ലാസ് എടുത്തോണ്ടിരുന്നത്? ക്ലാസ് എടുത്ത് എന്റെ മനത്, എന്റെ ശീലമാണത്. ഞാൻ ഒരു കാര്യം ഞാൻ നോക്കട്ടെ, ഇവിടെ ഇത് അഴുക്കാകാതിരിക്കണമായിരുന്നു നമ്മള്. ഇത് വേസ്റ്റ് ആക്കരുത് നമ്മള്. ഇത് കഴിക്കേണ്ട ആഹാരം തന്നെ. എത്ര പേര് പട്ടിണി നടക്കുന്നു? ഒരു മര്യാദ വേണ്ട കാണിക്കുന്നതിന്. പഴകിയ ചോറ് ഇവിടെ ആരും കഴിക്കത്തില്ല, അതുകൊണ്ടാണ് എങ്ങനെയാ പഴകിയത്? ആവശ്യത്തിനടുത്ത് പാചകം ചെയ്യണം നമ്മൾ. പാകം ചെയ്യുമ്പോൾ ആവശ്യത്തിന്. ഒരു ഞാനും കൊച്ചുങ്ങളും മാത്രമല്ലേ ഉള്ളൂ. ഞാൻ വല്ലപ്പോഴാണ് കഴിക്കുന്നത്. കുറച്ചാകാരം പോരെ? ഇച്ചിരി ചോറ് പോയതിന് നീ എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബഹളം? ഇങ്ങനെ പറയാനാ? ഇത് ഇന്നത്തെ അല്ല, എല്ലാ ദിവസവും ഇവിടെ ഞാനത് കുറെ നാളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൊച്ചുങ്ങളെ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കും. ഒരുത്തി കുളിച്ച് റെഡിയായിട്ട് ഒന്ന് ഇങ്ങനെ എത്തി നോക്കിയപ്പോഴേ എനിക്ക് ഇങ്ങനെ ഒളിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. പിറകെ വന്നപ്പോഴല്ലേ സംഭവം അറിയണത്. കണ്ടുപിടിച്ച് പിന്നല്ല, കണ്ടുപിടിക്കാതെ എങ്ങനെ? പോലീസുകാരെ കണ്ടുപിടിക്കും. ഞാൻ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. രാത്രി പിള്ളേർ പലകാരം കഴിക്കുള്ളൂ ചേച്ചി, അതാണ് ചോറ് മിച്ചം വന്നത്. ഇത്ര കിടന്നോണ്ട് ചാടേണ്ട ആവശ്യം എന്താണ്? ഇത്രയും മിച്ചം കുഴപ്പമില്ലല്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലിൽ ഇങ്ങനെ ഒരു പരിപാടി നടക്കരുത്. ആവശ്യത്തിന് പാചകം ചെയ്യുക, ഭക്ഷണം സൂക്ഷിക്കണം നമ്മൾ. നീ ഒന്നും വർത്താനം പറയാതെ പൊയ്ക്കേടർക്കാ. നീ ഞാൻ പോവാ, മേലിൽ ആവർത്തിക്കരുതെന്ന് പറയാനുള്ളൂ എനിക്ക്. ഇനി എന്നെ കൊണ്ട് ഇറങ്ങി വരുത്തിരിക്കരുത്. ഇതിന് എന്തായിരിക്കും? ഇതിന് നല്ല മുഴുത്ത കട്ട് തന്നെ.